ഡിസൈനിങ് വർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ടെക്സ്റ്റ്. അടുത്ത ടൂൾ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിൽ ഈ ടൂൾ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ F8 പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എവിടെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കർസർ അവിടെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും, ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങി. ഇനി സെലക്ഷൻ ടൂൾ അല്ലെങ്കിൽ പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് മാറ്റാനുള്ള ഫോണ്ടിന്റെ ഇത് മാറ്റാനുള്ള ലിസ്റ്റ് കിട്ടും. ഇതിൽ നിന്നും ഫോണ്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് അതിന്റെ സാമ്പിൾ കാണാം. അപ്പോൾ ഏരിയൽ ബ്ലാക്കിന്റെ സാമ്പിൾ കീബോർഡിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോന്നിലേക്കൂടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിളുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നോർമൽ, ബോൾഡ്, ഇറ്റാലിക്സ് അങ്ങനെയുള്ള സംഗതി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേറെയും കാണാനായിട്ട് സാധിക്കും. നോർമൽ ആയിട്ടുള്ളത്, ഇറ്റാലിക്സ് ആയിട്ടുള്ളത്, ബോൾഡ് ഇറ്റാലിക്സ് ആയിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ടുണ്ടാവും. ഒരുപാട് ഫോണ്ടുകളുണ്ട്. എല്ലാ ഫോണ്ടുകളെയും പരിശോധിച്ച് നോക്കുക. ഇവിടെ എൻ്റെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോണ്ടുകൾ ധാരാളമായിട്ട് പുറത്തുനിന്ന് ലഭിക്കുന്നതാണ്. ബോൾഡ്, ഇറ്റാലിക്സ് ഈ സിസ്റ്റത്തിൽ ഉണ്ടായിക്കൊള്ളണം. കാണിക്കുന്ന എല്ലാ ഫോണ്ടുകളും നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോഡ് ചെയ്തിട്ടുള്ള ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോണ്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നതാണ്. ഓരോ സോഫ്റ്റ്വെയറിനായിട്ടല്ല ലോഡ് ചെയ്യുന്നത്. അത് പ്രത്യേകമായിട്ട് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ലോഡ് ചെയ്തെടുക്കുന്നതാണ്. കൂടുതൽ ഫോണ്ടുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നെല്ലാം ലഭിക്കും. അപ്പോൾ ഈ കാണുന്ന ഫോണ്ടുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം. സോഫ്റ്റ് ലേൺ, കാലിഗ്രാഫി. അപ്പോൾ ആവശ്യമായിട്ടുള്ള സംഗതി സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് സൈസ് 0.24, 48 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് വലുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും, വലുതാക്കാൻ പറ്റും. സൈസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ മൗസ് കൊണ്ട് തന്നെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാം. ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് റീസൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ തല തിരിക്കാം, തല ഇതാക്കാം, ഒക്കെ ചെയ്യാം. ബോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടുക, കട്ടി കുറയ്ക്കുക. അതുപോലെ അണ്ടർലൈൻ ചെയ്യാം. ഇത് ടെക്സ്റ്റ് റാപ്പിംഗ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ്. അലൈൻമെന്റ്സ് ആണുള്ളത്, നണ്ണ്, ലെഫ്റ്റ്. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവില്ല, കാരണം ഈ അലൈൻമെന്റ് സാധാരണ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റിനാണ് ഇത് ബാധിക്കുള്ളൂ. അത് പാരഗ്രാഫ് ടെക്സ്റ്റിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഭാഗത്ത് ക്യാരക്ടർ ഫോർമാറ്റിംഗ്, ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു വിൻഡോ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാം ഇവിടെയും കാണാമെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഈ കാണുന്നത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിലൂടെ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നോർമൽ, എക്സ്ട്രാ ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം. സൈസ് കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം, അതുപോലെ തന്നെ അലൈൻമെന്റ് കൊടുക്കാം അതിൽ. പിന്നെ ക്യാരക്ടർ ഇഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ ഇപ്പോൾ ഒന്നുമില്ല. സിംഗിൾ അണ്ടർലൈന്, ഡബിൾ അണ്ടർലൈൻ, ഐ മീൻ തിൻ വേർഡ് അണ്ടർലൈൻ, ഓരോ വാക്കിന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡബിൾ തിൻ അണ്ടർലൈന്, ഇവിടെ 2 ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സാധാരണ ഇതിൽ നമുക്ക് ലൈന് വേറെ കൊടുത്തിട്ട് വരയ്ക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ക്യാരക്ടർ ഇഫക്ട്സിൽ കൂടുതലുണ്ട്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ മുകളിലൂടെ ഒരു ലൈൻ വരുന്നതിനാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് ഒരു ട്രയൽ നോക്കാം. ഇതിന്റെ മുകളിലൂടെ ഒരു ലൈൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇതിനാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. ആവശ്യമായി വരാറില്ല. ഇനി വരികയാണെങ്കിൽ തന്നെ ഒരു ലൈന് നമുക്ക് സെപ്പറേറ്റ് വരച്ചു കൊടുക്കാം. ഇത് 2 കൊടുക്കണം. അണ്ടർലൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓവർലൈൻ. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ താഴത്ത്, ഓവർലൈൻ എന്ന് പറഞ്ഞാൽ മുകളിൽ. അത്ര വ്യത്യാസമുള്ളൂ. ഇനി അപ്പർ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വലിയക്ഷരങ്ങളാക്കുക. എല്ലാം വലിയക്ഷരങ്ങളാക്കിയപ്പോൾ എല്ലാം വലിയക്ഷരങ്ങളായി. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വലിയക്ഷരങ്ങളായി, പക്ഷെ ചെറിയ അക്ഷരങ്ങളായിരുന്നത് കുറച്ച് വലുപ്പം കൂടി, പക്ഷെ വലിയക്ഷരങ്ങളാണ്. നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് സോഫ്റ്റ് ലേൺ. ഇപ്പോൾ ഈ ഫോണ്ടിന് അത് മനസ്സിലാവില്ല, നമ്മൾ വേറൊരു ഫോണ്ട് എടുക്കാം. ഇവിടെ എസ്, എൽ വലിയക്ഷരങ്ങളാണ്, ബാക്കിയൊക്കെ ചെറിയ അക്ഷരങ്ങളാണ്. ഇതിൽ നമ്മൾ അപ്പർ കേസ് ഓൾ ക്യാപ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വലിയക്ഷരങ്ങളായി. സ്മോൾ ക്യാപ്സ് കൊടുത്തു കഴിഞ്ഞാൽ എസും എല്ലും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റേത് വലിയക്ഷരങ്ങളായി, പക്ഷെ മറ്റേ എസിന്റെ എല്ലിന്റെ അത്ര വലുപ്പമില്ല. ഇതിന് സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, താഴെ എഴുത്ത്, മുകൾ എഴുത്ത്, എക്സ് സ്ക്വയർ, H2SO4 എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അത് സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ട് മുകളിൽ കയറ്റി വയ്ക്കാറാണ് സാധാരണ ചെയ്യാറ്.
അത്രയാണ് ഇതിൻ്റെ ക്യാരക്ടർ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ രണ്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഇത് രണ്ട് കൊടുക്കാം, ഇവിടെ രണ്ട് കൊടുക്കാം. ക്യാരക്ടർ ഷിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസ് ലൈനിൽ നിന്നുള്ള ഷിഫ്റ്റിംഗ് ആണ്. എല്ലാ ഫോണ്ടുകൾക്കും അത് വന്നോളുന്നില്ല. ഐ മീൻ ബേസ് ലൈൻ ഷിഫ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ആംഗിൾ ആണ് ഫസ്റ്റിൽ വരുന്നത്. ആംഗിൾ നമ്മളിപ്പോൾ 0 എടുക്കേണ്ടത് നമ്മൾ വർദ്ധിപ്പിച്ച് നോക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യാനുള്ളതാണ് ആംഗിൾ. ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 കൊടുത്തു കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് വരും. ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇതിൻ്റെ എമൗണ്ട് കൂട്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലേ, ഇങ്ങോട്ട് നീങ്ങി ഇരിക്കുന്നതിനാണ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്. വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറി പോകുന്നതിനാണ്. സാധാരണ നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. അത്രയും വേണമെന്നില്ല, അങ്ങനെ നീക്കി വെക്കാവുന്നതാണ്. ഇതാണ് ക്യാരക്ടർ ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിലൂടെയാണ് അത് നമ്മൾ ചെയ്തെടുക്കാറ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ തന്നെ ഈ താഴത്തേക്ക് മറിച്ചിടാനും തിരിച്ചിടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു കോപ്പി എടുത്ത് അതിനുശേഷം ഒരു ലൈറ്റ് കളർ കൊടുക്കുകയാണ്. ലൈറ്റ് കളർ കൊടുക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂവിൽ കളർ പാലറ്റിൽ ഡിഫോൾട്ട് കളർ പാലറ്റിൽ പോവുക, ഒരു ലൈറ്റ് കളർ കൊടുക്കുക. കോപ്പി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മറിച്ചിടുക, നേർച്ച ഇറക്കി വയ്ക്കുക. അപ്പം നമുക്കൊരു നിഴലിൻ്റെ എഫക്റ്റ് ലഭിക്കുന്നതാണ്. നിഴൽ പോലുള്ള സംഗതി ലഭിക്കുന്നതാണ്. ഇതിന് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ലയിപ്പിച്ച് നിർത്തുന്ന രീതിയൊക്കെ ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഗ്രേഡിയൻറ്റിൻ്റെ ടൂൾ എടുക്കുക. ഗ്രേഡിയൻറ്റിൽ FG പ്രസ് ചെയ്തുകൊണ്ട് ലീനിയർ ടൂൾ എടുത്തുകൊണ്ട് ഇവിടുന്ന് താഴത്തേക്ക് മുകളിലേക്ക് വരച്ചു കൊടുത്താൽ മതി. താഴത്തേക്ക് മുകളിലേക്ക് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കുക. ഇത് കണ്ട് ഇറക്കി വയ്ക്കുക. കണ്ടോ, അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന പോലെ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ നോക്കുക, ഇതുപോലെയുള്ള ഇഫക്റ്റുകൾ വിവിധ ടൂളുകളുടെ സഹായത്തോടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഫോണ്ടിന് ലൈൻ കൊടുക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈൻ കൊടുക്കാനായിട്ട് സാധിക്കും. ലൈനിൻ്റെ കനം കൂട്ടാനായിട്ട് ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കനം കൊടുക്കും. വല്ലാണ്ട് കനമായി കുറച്ച് കൊടുക്കുക, 1 പോയിന്റ് കൊടുക്കുക. ലൈനിൻ്റെ കനം കൊടുക്കുക. ലൈനിൻ്റെ കനം അതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ആവശ്യമുള്ള കളേഴ്സ് ഇതിന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് പാരഗ്രാഫ് ടെക്സ്റ്റ് ആണ്. അടുത്ത പാരഗ്രാഫ് ടെക്സ്റ്റ് 2 തരത്തിലുള്ള ടെക്സ്റ്റ് ആണ് ഉള്ളത്. ഒന്ന് ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ്, അതാണ് നമ്മളിത് പഠിച്ചത്. 2 പാരഗ്രാഫ് ടെക്സ്റ്റ്. ഇതിനായിട്ട് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക, എന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഒരു ബോക്സ് വരച്ചതിന് ശേഷം, അതായത് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അതിന് ശേഷം അതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ സംഗതിക്കാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റും റൈറ്റും ഒക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ആ ബോക്സിൻ്റെ ലെഫ്റ്റിലേക്ക് നിൽക്കും, സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററിലേക്ക് നിൽക്കും, റൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് അലൈൻ ചെയ്ത്, എല്ലാ വരികളും വലത്തുവശത്തേക്ക് അലൈൻ ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് അലൈൻമെൻറ്റ്. സെൻറ്റർ ആകുമ്പോൾ എല്ലാ വരികളും ആ ബോക്സിൻ്റെ സെൻട്രലായിട്ട് നിൽക്കും. ഇനി 2 ഭാഗത്തും കറക്റ്റായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്, ഫുൾ ജസ്റ്റിഫൈ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും ഈ ഭാഗവും കറക്റ്റായിട്ട് നിൽക്കുന്നത് കാണാം. ഫോഴ്സ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ അവസാനത്തെ വരി കൂടി കറക്റ്റായിട്ട് 2 ഭാഗത്തേക്കും അലൈൻ ചെയ്ത് നിൽക്കുന്നതിനാണ് ഫോഴ്സ്ഡ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഓരോ പാരഗ്രാഫും നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്പറിങ്ങും ബുള്ളറ്റിങ്ങും. ഓരോ പാരഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓരോ പാരഗ്രാഫുകളായി. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫുകളായി. ഇപ്പോൾ ഇവിടെ ഇതിൽ ഒരുപാട് പാരഗ്രാഫുകളായിട്ടുണ്ട്. ഈ പാരഗ്രാഫുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്പറിങ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതൊരു പാരഗ്രാഫാണ്, അതിനൊരു ബുള്ളറ്റ്, ഒരു പാരഗ്രാഫ് അതിനൊരു ബുള്ളറ്റ്, ഓരോ പാരഗ്രാഫിന് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ഒരു പാരഗ്രാഫാണ്. അതുകൊണ്ട് മറ്റ് ലൈനുകൾക്ക് ബുള്ളറ്റ് ഇല്ല.
ഇതിനാണ് നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ് എന്ന് പറയുന്നത്. നമ്പറിംഗ് കൊടുക്കുക, ബുള്ളറ്റിംഗ് കൊടുക്കുക. ഒഴിവാക്കാനും അതേ കീ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ അക്ഷരം വലുതാക്കുന്നതിനാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പാരഗ്രാഫ് ടെക്സ്റ്റിലെ ആദ്യത്തെ അക്ഷരം വലുതായിട്ട് വരുന്നതായിട്ട് കാണാം. നമുക്ക് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിന് അക്ഷരം മാത്രം സെലക്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇതാണ്. ഒഴിവാക്കാനും ഡ്രോപ്പ് ക്യാപ്പ് അപ്ലൈ ചെയ്യാനും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒഴിവായി, ഇപ്പോൾ അപ്ലൈ ആയി.